ഹലോ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ബർത്ത്ഡേ വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ആരുടെ ബർത്ത്ഡേ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ തംബ്നെയിലൊക്കെ കണ്ടപ്പോഴത്തേക്കിനും. അതെ, നമ്മുടെ സ്റ്റെഫീൻ്റെ ബർത്ത്ഡേ ആണ്. April 14 അവളുടെ ബർത്ത്ഡേ. അപ്പോൾ ഈ വീഡിയോ എന്ന് റിലീസാകും, എന്ന് എഡിറ്റ് ചെയ്ത് തീരും എന്നൊന്നും അറിയാൻ പാടില്ല. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. അപ്പോൾ ഞങ്ങളൊരു 11:45 ആയപ്പോഴത്തേക്കും അവളുടെ വീട്ടിലെത്തി. രാത്രി 12 മണിക്ക് തന്നെ നമ്മൾ കേക്കൊക്കെ മുറിച്ചു കേട്ടോ. എന്നിട്ട് ഇപ്പോൾ അവളോട് കുറച്ച് പോസൊക്കെ ചെയ്യാൻ വേണ്ടി പറയാണ്. ഓൾറെഡി അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള സാധനങ്ങളൊക്കെ അവർ തന്നെ ഡെക്കറേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഒരു 11:58 ആയപ്പോഴത്തേക്കും ഞങ്ങൾ കേക്കൊക്കെ എടുത്തു. കേക്ക് ഉണ്ടാക്കിയത് നമ്മുടെ USTയിലെ ഓഫീസിലെ എഡ്വിൻ്റെയും ലിബിൻ്റെയും ഫ്രണ്ടായ ഒരു പുള്ളിക്കാരിയാണ്. നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. ബ്ലൂ വെൽവെറ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്യുന്നത്. നല്ല ഹാർട്ട് ഷേപ്പിൽ ഒരുപാട് റോസ് പെറ്റൽസ് പോലെയാണ് കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 11:45 ആയപ്പോൾ എത്തിയെങ്കിൽ പോലും 12 മണിക്ക് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ലിബിന് ക്യാൻഡിൽസൊക്കെ കത്തിച്ച് അവളവിടെ ഇരുന്ന് കേക്കൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഈ ക്യൂ കണ്ടില്ലേ? ക്യൂ എന്താണെന്നറിയാമോ? ക്യൂ ഫോർ ക്യൂൻ. അതാണ് അവർ ഉദ്ദേശിച്ച് വെച്ചത്. ഇത് എഡ്വിൻ്റെ ഒരു ഐഡിയ ആണ് കേട്ടോ. ക്യൂന എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊരു കാർഡൊക്കെ വെച്ചിരിക്കുന്നത്. അങ്ങനെ കറക്റ്റ് 12 മണിയായി. ഞങ്ങൾ ബർത്ത്ഡേ വിഷ് കേക്കൊക്കെ മുറിച്ചു. Happy birthday to you. Happy birthday to you, Steffi. Happy birthday to you. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് അവർ കപ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്ത് പിന്നീട് ഞാനാണ് കേക്കൊക്കെ കൊടുക്കാൻ വേണ്ടി പോയത്. അപ്പോഴത്തേക്കും അവർ നമ്മുടെ യൂട്യൂബ് ചാനലിനെ പറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ കുറേ കളിയൊക്കെ ചെയ്തിട്ട് പിന്നീട് ലിബിന് കൊടുത്ത് കേക്ക്. അങ്ങനെ എല്ലാവരും കേക്കൊക്കെ മുറിച്ച് തിന്ന് നല്ല സൂപ്പർ കേക്കായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളൊരു ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുത്ത് അങ്ങനെ അവൾക്ക് ഹാപ്പിയായി. പക്ഷേ ഈ പ്രാവശ്യം ആണെങ്കിലുണ്ടല്ലോ, ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആകെ 2 പേര് മാത്രമേ പുറത്തുനിന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എല്ലാ പ്രാവശ്യവും നമ്മുടെ ഏതൊരു ഫംഗ്ഷൻ എടുത്താലും നമ്മുടെ 2 പേരുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് സാധാരണ ജോയിൻ ചെയ്യാറുള്ളതാണ്. പക്ഷേ വിഷു ഒക്കെ ആയതുകൊണ്ടിട്ട് ഇപ്പോൾ എല്ലാവരും വീട്ടിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ടിട്ടാണ് അവരെ നിങ്ങൾ ഈ വ്ളോഗിൽ കാണാത്തത്. അപ്പോൾ ഇനിയുള്ള വീഡിയോസിലൊക്കെ അവരൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്നതാണ്. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഓർത്തത്, അയ്യോ പാർട്ടി പോപ്പർ പൊട്ടിച്ചില്ലല്ലോ എന്ന്. അപ്പോഴത്തേക്കിന് ഞങ്ങൾ അവളോട് ബാക്ക് ടു പൊസിഷൻസ് പറഞ്ഞിട്ട് കേക്ക് മുറിക്കുന്ന പോലെ അഭിനയിക്കാൻ പറഞ്ഞു. അങ്ങനെ പാർട്ടി പോപ്പർ പൊട്ടിക്കാൻ വേണ്ടി നോക്കി. പക്ഷെ ഞങ്ങൾക്ക് പൊട്ടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് നല്ല ടൈറ്റ് ആയിരുന്നു. അത് കാരണം അതിൻ്റെ കുറച്ച് ഇളക്കി കഴിഞ്ഞ ശേഷമാണ് പൊട്ടിച്ചത്. അങ്ങനെ കുറച്ച് പരിശ്രമത്തിനൊടുവിലാണ് ഞങ്ങൾ ഇവിടെ പാർട്ടി പോപ്പർ പൊട്ടിച്ചത്. പോപ്പർ പൊട്ടിക്കുന്നതിന് മുന്നേ ഞങ്ങൾ പറഞ്ഞതായിരുന്നു അങ്ങോട്ടേക്ക് നീക്കി പൊട്ടിക്കണം, അല്ലെങ്കിൽ കേക്കിലേക്ക് ആകുമെന്നൊക്കെ. പക്ഷെ എന്ത് പറയാനാ, കറക്റ്റ് കേക്കിലേക്ക് തന്നെയായിരുന്നു പാർട്ടി പോപ്പർ പൊട്ടിച്ചത്. അങ്ങനെ ഞങ്ങൾ സൂപ്പറായിട്ട് പാർട്ടി പോപ്പറൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, അയ്യോ ഇവിടുത്തെ ക്യാൻഡിൽസ് ഒന്നും നമ്മൾ അണച്ചിട്ടില്ല എന്ന്. അപ്പോൾ അവളോട് ഒന്നുകൂടി അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് എല്ലാ ക്യാൻഡിൽസ് അവളെ കൊണ്ട് തന്നെ ഊതിപ്പിച്ച് ഞങ്ങൾ. അങ്ങനെ അവളെ എല്ലാ ക്യാൻഡിൽസും ഊതി. അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് കേക്കൊക്കെ മുറിച്ച് എല്ലാം സെറ്റായി. പിന്നെയാണ് നോക്കുമ്പോൾ അതാ നിലത്ത് നിറയെ പാർട്ടി പോപ്പർ. അങ്ങനെ അവൾ തന്നെ ഒരു ചൂലൊക്കെ എടുത്തിട്ട് അടിച്ചു വാരി. പിന്നെ ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി.